ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെക്കിലെ എൻ്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. ഇതിൽ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ, പിന്നെ ഇൻ്റർനെറ്റ്. ഈ 4 കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡും കഴിക്കാനുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോയാലോ. ഗൈസ്, ഇവിടെ നമ്മളെ അടുത്ത് മെയിനായിട്ട് 2 സൂപ്പർ മാർക്കറ്റാണല്ലോ. ഒന്ന് പെന്നിയും പിന്നൊന്ന് ആൽബർട്ടും ആണ്. അപ്പം ആൽബർട്ടിലാണ് കൂടുതൽ ഓഫർ ഉണ്ടാവില്ല, പെന്നിയിലും ചീപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആൽബർട്ടിൽ കയറിയിട്ട് അവിടെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നതുള്ളത്, നമ്മുടെ നാട്ടിലത്തെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു ചെറിയ മാള് പോലുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് മാത്രമല്ല, ഇവിടെ ഒരുവിധം സ്റ്റോഴ്സും കാര്യങ്ങളും ഡ്രസ്സിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ആൽബർട്ട് വരുന്നത്. ഗൈസ്, ഇതാണ് നമ്മളെ ആൽബർട്ട് ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ നല്ല ഓഫർ ഉണ്ടാവും, ഷിപ്പിൻ്റെ ഒപ്പം. ഗൈസ്, ആദ്യം നമ്മൾ പച്ചക്കറിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. പച്ചക്കറിൻ്റെ സെക്ഷനിൽ ഇതാ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഉള്ളിയുണ്ട്. പിന്നെ 31 കേശാണ് വരുന്നത്. പിന്നെ ചുവന്ന ഉള്ളിയുണ്ട്, അത് വേറെ കളർ. പിന്നെ വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില സമയത്ത് സാധാരണ ഇവിടെ ഉള്ളിക്ക് 31 ഉണ്ടാവലില്ല, ഈ 21, 19 നമുക്ക് കിട്ടലുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് അതുകൂടെ ഉണ്ട്. 26 കേസാണ് ഇതിന് വരുന്നത്. ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ തക്കാളി, ചെറിയ തക്കാളി, പിന്നെ വലിയ തക്കാളി ആയിട്ടും കിട്ടും. പക്ഷെ തക്കാളിക്കൊക്കെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി പൈസ കൂടുതലാണ്. പിന്നെ ഇഞ്ചി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതെന്താ അറിയോ, ഇത് നമ്മളെ നാട്ടിലത്തെ മധുരക്കിഴങ്ങില്ലേ, ഇവിടെ മധുരക്കിഴങ്ങും കിട്ടും. അപ്പം ഒരുവിധം പച്ചക്കറി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. തക്കാളി, വലിയ തക്കാളി ഇവിടെ ഉണ്ട്. ഗൈസ്, നമ്മൾ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇവിടെ ചിക്കനും അത്യാവശ്യം നല്ല ചീപ്പായിട്ടാണ് ഇവിടുത്തെ ചിക്കൻ കാര്യങ്ങളൊക്കെ കിട്ടുക. ഇതിന് ഏകദേശം എത്ര കേസി വരുന്നത്? 152 കേസി, കിലോക്ക് 84 കേസി. അപ്പം 800. അപ്പോൾ ഇത് ഓഫറിൽ വരലുണ്ട്. ഇപ്പം കുറച്ച് പൈസ കൂടുതലാണ്, പക്ഷേ നമുക്കിതൊക്കെ ഓഫറിൽ ചീപ്പായിട്ട് തന്നെ കിട്ടലുണ്ട്. ഇപ്പം 49 കേസിക്കൊക്കെ 1 കിലോ ചിക്കൻ കിട്ടും. അപ്പോൾ ചിക്കനും കാര്യങ്ങളും ഇവിടെ ചീപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു കറി വെക്കാനും പിന്നെ ഫ്രീ ചെയ്യാനും ഒക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ചിക്കൻ ഇവിടെ ചീപ്പാണ്. അപ്പം ഗൈസ്, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരുവിധം ഫ്രൂട്ട്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓറഞ്ച് ഉണ്ട്, ആപ്പിള്, നാട്ടത്തെ വത്തക്കാരാണെങ്കിൽ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഐറ്റംസ്. അപ്പം ഇതിലൊക്കെ ഓഫർ വരുന്നത് 29 കേസി, 59 കേസി ഒക്കെ ആയിട്ട്. പിന്നെ നാട്ടിലെ പഴം ഇവിടെ കിട്ടും, പഴം അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ ഫുഡ് ആൻഡ് ഗ്രോസറിക്ക് എത്ര വരുന്നുണ്ട് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ 4 പേരാണ് കുക്ക് ചെയ്യുന്നത്. 4 പേര് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാസത്തിൽ ഒരു 3, 4, 5 പ്രാവശ്യം പോയിട്ടാണ് ഷോപ്പ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്കൊരു 1000 to 1500 കേസിൻ്റെ ഇടയിലാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ 4 പേര് കുക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താക്കാം, കുറച്ചുകൂടി പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്ക് നമ്മളതിൽ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ 3600 കേസാണ് മന്ത്ലി നമുക്ക് വരുന്നത്. 3600 കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് നമുക്ക് എന്താക്കുന്നത് 3600 കേസിക്ക് ഇവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ 7000 കേസാണ് ഇവിടെ. അല്ല പുറമേ വേറൊരാൾ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് വരുന്ന ചിലവ്. ഇത് ഈ അക്കോമഡേഷൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് പ്രാഗ് അല്ലെ ബെർണോ പോലുള്ള ബിഗ് സിറ്റീസിൽ നോക്കുമ്പോൾ അവിടെ റെൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവിടെ ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ അക്കോമഡേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ വളരെ ചീപ്പാണ്. കാരണം ഇത് പ്രാഗിൽ നിന്ന് 4 മണിക്കൂർ മാറി പോളണ്ട് ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര ചീപ്പാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടുത്തെ എൻ്റെ ട്രാൻസ്പോർട്ടിന് എനിക്ക് മാസം എത്ര ആവുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ എനിക്കിവിടെ ഒരു ഓഡിസ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ആ കാർഡ് റീചാർജ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ 3 മാസത്തേക്ക് വന്നപ്പോൾ റീചാർജ് ചെയ്തതാണ്. അപ്പോൾ ആ റീചാർജ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ച് എൻ്റെ ഡോമിലേക്ക് വരാം, ഡോമിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിലേക്ക് സൂപ്പർ എല്ലാത്തിനും ആ കാർഡിൽ ഞാൻ റീചാർജ് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്തൊരു പിന്നെ നമുക്ക് അല്ലറ ചില്ലറ നമുക്ക് ഇവിടുന്ന് ബോട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ടാക്സി കാര്യങ്ങളൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ കഴിയുന്നതും പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് ആൻഡ് കോളിന് വേണ്ടി 1 മന്തിലേക്ക് എത്ര ആവുന്നത്. ഞാനിവിടെ T-Mobileൻ്റെ സിമ്മാണ് എടുത്തത്. അതൊരു പോസ്റ്റ് പെയ്ഡ് സിമ്മാണ് ഞാൻ എടുത്തത്. അതിൽ നമുക്ക് ഏകദേശം 400 കേസാണ് മാസത്തിൽ വരുന്നത്. അത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ 1 മന്ത് വെച്ചിട്ട് ഇങ്ങനെ റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ എനിക്ക് ഞാൻ നോക്കുമ്പോൾ നാട്ടിലത്തെ ഒരു കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 20K എടുത്ത്, അതായത് 20,000 രൂപേൻ്റെ അടുത്ത് ഉണ്ടാവുകൊണ്ട് നമുക്ക് ഏകദേശം ഇവിടെ ഒരു ചിലവ് നമുക്ക് ജീവിക്കാൻ വരുന്നുണ്ട്. അപ്പം
ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ അക്കോമഡേഷനിൽ എത്ര രൂപ വരുന്നതനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരും. ഫുഡ് ബാക്കിയുള്ള ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ അക്കോമഡേഷനിൽ ഞാൻ പറഞ്ഞ പോലെ ബിഗ് സിറ്റീസിൽ 12,000 10,000 ഒക്കെ കേസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ എന്താ റെൻറ്റ് വരിക. അപ്പോൾ അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ മാറുക. പിന്നെ ഈ പറഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർ നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത്, നമ്മൾ ചിലപ്പം പുറത്തുനിന്ന് അധികം ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും, പിന്നെ അധികം പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മളെ കേസിൽ നമ്മൾ അധികം കുക്ക് ചെയ്യും, വളരെ കുറച്ച് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി കഴിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയും ജീവിച്ചാൽ നമുക്ക് ഇവിടെ ചിലവ് ചുരുക്കിയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഡോബ്രി ഡേ.